ആക്ഷൻസ് മാർഷൽ ആർട്സും എല്ലാ ഫൈറ്റ് സീൻസും ഒടിപൂരം. പടം ഒരു രക്ഷയില്ല, നല്ല നൈസ് കിട്ടുക്കാൻ പടം. തീർച്ചയായിട്ടും തെരു തന്നെ പോയി കണ്ടാൽ അതിൻ്റെ ഒരു ഫീൽ നമുക്ക് എടുത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഫൈറ്റ് ഒരു രക്ഷയില്ല, മാസ്. എന്നാലും തീരെ തന്നെ പോയി എല്ലാവരും കാണണം, അല്ലെങ്കിൽ വൻ നഷ്ടമാണ്. തീർച്ചയായിട്ടും ഒരു നഷ്ടം ഉണ്ടാവില്ല 100 രൂപ മുടക്കി കഴിഞ്ഞാൽ. ഓക്കെ. ടർബോ മമ്മൂക്കയുടെ മാസ് ഇടിപ്പടം, അതാണ് ടർബോ. അതിൽ കൂടുതലൊന്നും ഒരു വാക്കില്ല. അതായത് ഇടുക്കി വേണോ, ഇടുക്കി തന്നെ മമ്മൂക്ക തന്നിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടി കമ്പനി ഒന്നും കാണാണ്ട് ഈ പടം പിടിക്കില്ലെന്ന് 100% ഒരു ഉറപ്പ് വന്നൊക്കെ ഈ പടത്തിലൂടെ. കാരണം അമ്മാതിരി ഒരു മേക്കിംഗ് ഒക്കെ നല്ല കിടില്ല. പിന്നെ ഇത് മനോഹരൻ്റെ സ്റ്റോറി അത് 1.5 മുതലാണ്. അതൊക്കെ പുള്ളി കണക്ട് ചെയ്യേണ്ട രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ക്ലൈമാക്സ് വരുമ്പോൾ കുറച്ച് ഫാമിലിയൊക്കെ കയറ്റി നല്ല രസമായിട്ട് കൊണ്ടുവന്നുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ക്ലൈമാക്സിൽ ഇതിൽ സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു എൻട്രി പോലെ വന്നിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് വരണമെങ്കിൽ എടുക്കും, അത് ഉറപ്പാണ് കാര്യം. പിന്നെ ഒരു കാർ റേസിങ്ങും കാര്യങ്ങളുണ്ട്. അതും ആ BGM കൂടിയൊക്കെ കയറി വരുമ്പോൾ അത് തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിക്കാനുള്ള എല്ലാ സംഭവവും ഈ പടത്തിൽ എനിക്ക് കിട്ടി. എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ചബിൾ എന്ന് വേണമെങ്കിൽ പറയാം. 100 കോടിയല്ല, ഞാൻ ഇതിലൊരു 300 കോടി കളക്ഷൻ പിടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം കന്നഡ, മറ്റേ തെലുങ്ക് ആ ഭാഷയിലൊക്കെ ഇറങ്ങുകയാണ്. പിന്നെ മാത്രമല്ല ഇത് 72 രാജ്യങ്ങളിലെ സാധനം റിലീസ് എന്ന് പറഞ്ഞു പടം. അപ്പോൾ 72 രാജ്യങ്ങളിലാകുമ്പോൾ എന്തായാലും 300 കോടിയൊക്കെ കിട്ടിക്കും, ഉറപ്പാണ് ആ കാര്യം. എന്തായാലും മാസ് ഇടിപ്പടം, അതാണ്. ഓ, ഒന്നും പറയാനില്ല. BGM എസ്പെഷ്യലി BGM കലക്കി, ഒന്നും പറയാനില്ല, അടിപൊളി. അടിക്കാം സാധ്യതയുള്ള പടം എന്തായാലും. എല്ലാം കൊണ്ട് സൂപ്പർ. ഒരു 200 കോടി ഉറപ്പിച്ച്. ഓക്കെ, എല്ലാ മാസം കിട്ടി, കോലം മാസം കിട്ടി. കിട്ടില്ല വില്ല, കിട്ടില്ല എഡിറ്റിംഗ്, കിട്ടില്ല ഫ്രീക്ക്, എല്ലാം കൊണ്ട് കിട്ടില്ല സൂപ്പർ പടം. ഓക്കെ, എന്താ ആ ഇത് കംപ്ലീറ്റ് വൈശാഖിൻ്റെ നമ്മുടെ പോക്കിരി രാജ ആ ലെവൽ പടമാണ്. കിൻഡൽ, അതായത് ആക്ഷൻ എടുത്തു പറയേണ്ട, അതുപോലെ സീക്വൻസ് ഒക്കെ എടുത്തു പറയേണ്ട ഒരു സിനിമ തന്നെയാണിത്. എന്തായാലും 200 കോടി ഉറപ്പിച്ച്. ഓക്കെ, എടുത്തു പറയേണ്ട രംഗമാണ് ക്ലൈമാക്സിലെ ഫൈറ്റ്. ക്ലൈമാക്സ് 15-20 മിനിറ്റിൽ അദ്ദേഹം, ഇനിയിപ്പോൾ അത് പറയുന്ന ക്ലീശയാണ്, പ്രായത്തെ മറന്നു അങ്ങനെയൊക്കെ പറയുന്ന ക്ലീശ ആണെങ്കിൽ കൂടി പ്രായത്തെ മറന്നുള്ള ഒരു പെർഫോമൻസാണ് മമ്മൂട്ടിയുടെ അവസാനത്തെ 20 മിനിറ്റുള്ള ഫൈറ്റ്. അപ്പം മമ്മൂട്ടിയുടെ ആ ഫൈറ്റ് രംഗങ്ങൾക്ക് വേണ്ടി ഒരു മസ്റ്റ് വാച്ച്, ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മസ്റ്റ് വാച്ചാണ്. ഇവിടെ ഇമോഷൻ ഒരു 50-50 എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. കാരണം ഇമോഷണലി അത്ര കണ്ട് കണക്റ്റ് ആവാത്ത ഒരു സ്റ്റോറി ലൈനാണ്, പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്. ക്ലൈമാക്സിലേക്കുള്ള ആ വില്ലനുമായിട്ടുള്ള ഒരു മുഖാമുഖം വരാൻ വേണ്ടിയിട്ടുള്ള കഥയുടെ ഒരു ബിൽഡപ്പ് മാത്രമാണ്. സ്റ്റോറി അങ്ങനെ മാത്രമാണ് വന്നിരിക്കുന്നത്, ഫാമിലി സ്റ്റോറി. അദ്ദേഹം അറിയപ്പെടാതെ തന്നെ അദ്ദേഹം ഒരു പ്രശ്നത്തിലെടുത്ത് ചാടുന്നു എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് മുതലുള്ള ബിൽഡപ്പ്. അങ്ങനെ ക്ലൈമാക്സിലേക്ക് വന്ന് ക്ലൈമാക്സിൽ അത് ഒരു അതിഗംഭീര ഫൈറ്റോടുകൂടി ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു വലിയ തമിഴ് താരത്തിൻ്റെ വോയിസ് ഓവർ ഇൻട്രോ വരുന്നുണ്ട്. അപ്പം ടർബോ ജോസ് പിന്നെയും വരുന്നുണ്ട് എന്ന രീതിയിൽ ആ ട്വിസ്റ്റ് ഞാൻ പൊളിക്കുന്നില്ല, ആരാണ് വരുന്നത് എന്നുള്ള ഒരു രാജ്ബി ഷെട്ടിക്ക് മുകളിലുള്ള ഒരു ഡോൺ വരാനുണ്ട്. അങ്ങനെയുള്ള ഒരു നല്ലൊരു പ്രതീക്ഷ നൽകിയാണ് സിനിമ അവസാനിക്കുന്നത്. ഏതാ തിമിംഗലം, അതെ തന്നെ തിമിംഗലം വരാനുണ്ട്. കാരണം ആ സിനിമയിൽ ക്ലൈമാക്സ് തന്നെ ഒരു സ്രാവ് എല്ല് പൊടിക്കുന്ന ഒരു ഫാക്ടറിയിലേക്കാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ രാജ്ബി ഷെട്ടി എന്ന സ്രാവ് മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ, ഒരു തിമിംഗലം വരാനുണ്ട് എന്ന രീതിയിലാണ്. ഇതിൽ കൂടുതൽ ആക്ഷൻ രംഗങ്ങൾ, കാരണം ജോസിൻ്റെ ഒരു പരിതസ്ഥിതി എന്താണെന്ന് ഈ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ബിൽഡപ്പ് സ്റ്റോറി എന്ന രീതിയിൽ. അപ്പോൾ അതിൽ കൂടുതൽ ആക്ഷൻ രംഗങ്ങൾ പരിപൂർണ്ണ മാസമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണ ആക്ഷൻ മൂവി നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല, കാരണം മേക്കേഴ്സ് ഒരിക്കലും അവകാശപ്പെട്ടില്ല ഇത് പരിപൂർണ്ണ മാസ് മൂവിയാണോ എന്ന് അവർക്ക് തന്നെ സംശയമുണ്ട് എന്നാണ് അവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പോൾ പരിപൂർണ്ണ മാസ് മൂവി അല്ലെങ്കിൽ കൂടി സെക്കൻഡ് ഒരു പാർട്ടിൻ്റെ സൂചന നൽകിയത് ഇതൊരു ഗംഭീര ആക്ഷൻ, ഒരു വലിയൊരു മാമാങ്കത്തിലേക്ക് ജോസ് കടക്കുമെന്നാണ് ഈ ക്ലൈമാക്സിലൂടെ. അവസാനത്തെ 20 മിനിറ്റ് പടം കത്തിക്കേറി, തുടക്കത്തിൽ പതിഞ്ഞ താളത്തിലാണ്. പിന്നെ ഇമോഷണലി ഒരു 50-50 എന്ന് പറയാനുള്ളത്. മാസ് മൂവിയിൽ ഇമോഷണൽ കണക്ട് കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും കമ്പയർ ചെയ്യുന്ന മൂവീസിലൊന്നും ഞാൻ പറയുന്നില്ല, ഇപ്പോൾ അടുത്ത കാലത്ത് ഹിറ്റായ ഏറ്റവും വലിയ ആക്ഷൻ മൂവി അതിൻ്റെ രീതിയിലുള്ള ഇമോഷണൽ കണക്ട് നമുക്ക് വന്നില്ലെങ്കിൽ കൂടി ഒരു മാസ് മൂവി, ആക്ഷൻ മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമായിട്ടാണ് ടർബോ വന്നിരിക്കുന്നത്.